ഇന്റർവ്യൂല് ഞാൻ തമാശക്ക് ഒരു കാര്യം പറഞ്ഞതാ. അത് പക്ഷെ അതെടുത്തിട്ട് ഭയങ്കര ഉമ്മ ഒരു ദിവസം രാവിലെ വന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞല്ലേ ഇന്റർവ്യൂല്, പിന്നെ കാരണം ഉമ്മയും എളാമൊക്കെ ഇങ്ങനെ പഴഞ്ചൻ ചിന്താഗതിയാണല്ലോ കുറച്ച്. ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ അങ്ങനെയല്ല, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണല്ലോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഉമ്മമാർക്കാണ് ഭയങ്കര ടെൻഷൻ. പക്ഷെ ഞാനതൊക്കെ നെവർ മൈൻഡ് ആയിട്ടാണ്. അവരോട് പലരും ചോദിക്കുമ്പോഴും അതാണ് അവർക്ക് പ്രശ്നം. ഓരോ കമന്റ് ഒക്കെ അവരിരുന്ന് വായിക്കും. ഞാൻ നിങ്ങൾ വായിക്കണ്ട, ഞാൻ സത്യം പറഞ്ഞാൽ വായിക്കൂല. എനിക്കെന്താ വെച്ചാൽ വായിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഭയങ്കര ഹൈപ്പർ ആവും. പിന്നെ ഞാൻ കമന്റ് റിപ്ലൈ കൊടുത്ത് പിന്നെ അത് വഷളായി പോകും. ചിലപ്പോ പറയാൻ പറ്റില്ല, ചിലപ്പോ നേരെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് അത് ഞാൻ പിന്നെ ചിലതൊക്കെ ചില കമന്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ അവന് മെസ്സേജ് അയക്കും ആ ഒരു ഇതിനൊക്കെ. അല്ലാണ്ട് ഞാൻ അധികം കമന്റ് നോക്കി ഇരിക്കാറില്ല. ആ പറഞ്ഞത് എന്ത് റിലേറ്റഡ് കാര്യമായിരുന്നു? ലൈക്ക് അത് പിന്നെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ് പോലെ ഇങ്ങനെ ചോദിച്ചു, 60 സെക്കൻഡ്സിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അറേഞ്ച്ഡ് മാരേജ് ഓർ ലിവിങ് ടുഗദർ എന്ന് വെച്ച്. അപ്പൊ ഞാൻ എന്തായാലും അറേഞ്ച്ഡ് മാരേജ് തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഞാനൊരു ഫണ്ണി ആയിട്ട് ലിവിങ് ടുഗദർ ആണ് ഇപ്പം നല്ലതെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു. കാരണം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് എല്ലാവരും പോകുന്നത് എന്നുള്ളൊരു ഇതിൽ പറഞ്ഞതാ. അപ്പം അതെടുത്തിട്ട് ലിവിങ് ടുഗദർ, നമ്മളെ മതത്തിൽ ലിവിങ് ടുഗദർ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. തട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവരുദ്ദേശിക്കുന്നതില്ലേ നമ്മള് അസ്സലാമു അലൈക്കും നമ്മൾ ഖുർആൻ ഓതുന്ന അതേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളെ ലൈഫ് നമ്മളെന്താണെന്ന് അവർക്ക് അറിയില്ല ശരിക്കും. പേഴ്സണലി ഞാൻ ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഞാനൊരു ഫണ്ണിയായിട്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അത് പിടിച്ചിട്ട് കൈതരിയൊന്ന് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോഴേ നമ്മൾ പരസ്പരം കുറച്ചുകൂടെ അറിയാൻ പറ്റും, വേണ്ടെങ്കിൽ ഒഴിവാക്കാം അല്ലെ. പക്ഷെ നമ്മൾ മതത്തിൽ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇത് വേണ്ടാട്ടാ. പിന്നെ ഇതാണ് ഇവളുടെ പ്രശ്നം. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് കൗണ്ടർ. ശരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫാമിലി നോക്കുമ്പോൾ തന്നെ ഇപ്പം കണ്ണൂർ സലീം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ്, തീർച്ചയായിട്ടും അങ്ങനെ പറയാം, ഒരു ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളും വളരെ ഗംഭീര ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ വരുമ്പോൾ പല സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാദറിൻ്റേതായ ഒരു 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 പ്രിവിലേജ് തീർച്ചയായിട്ടും ഉണ്ട്, പ്ലസ് നിങ്ങളുടെ ഇതും. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സ്റ്റേജുകളിൽ പോകുമ്പോൾ വളരെ ഹാപ്പിനെസ്സിൽ കിട്ടുന്നതിലുപരി എന്തെങ്കിലും ഒരു വെല്ലുവിളി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ചാലഞ്ച് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മളെ ടാലൻറ്റ് കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെക്കാളും പാടുന്ന എത്രയോ സിംഗേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർക്ക് ഇത്രയും ഒരു ഫെയിമോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു സ്നേഹം കിട്ടണമെന്നില്ല. പക്ഷെ അതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ചിലപ്പോ കണ്ണൂർ സലീം എന്നുള്ള ഒരു ഗായകന്റെ മക്കളായത് കൊണ്ടായിരിക്കാം. ഇതുപോലെ കുറെ ആർട്ടിസ്റ്റുകളുടെ മക്കളായിട്ട് ആ പ്രൊഫഷണലി ലൈഫ് മുന്നോട്ട് പോകാൻ വെച്ചാൽ ഭയങ്കര ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മള് കൺസിസ്റ്റൻസി, അതെ ഇപ്പോഴും നമ്മളെ ഉപ്പ തുടങ്ങി വെച്ചെടുത്തുനിന്ന് ഇതുവരെ അവസാനിപ്പിക്കാതെ നമുക്ക് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അത് പാട്ടുകൊണ്ട് മാത്രം. അത് ശരിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമ്മുടെ ലൈഫ്. എവിടെയും ഒരു ബ്ലോക്ക് വന്നിട്ടില്ല. നമ്മള് എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ ഫീൽഡിൽ തന്നെ നിൽക്കാണ്. ഒരു സമയത്തും നമുക്ക് പ്രോഗ്രാം ഇല്ലാണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് അതെ ഇതുവരെ വന്നിട്ടില്ല. മുന്നോട്ട് പോകുന്തോറും ആക്സെപ്റ്റൻസ് കൂടുന്നേ ഉള്ളൂ. പിന്നെ അവര് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, നമുക്ക് അത്രയും പാടാൻ പറ്റുന്നില്ലല്ലോ. നമ്മളാരും അങ്ങനെ ഒരു ഈഗോ ഉള്ള ഒരു ആൾക്കാരല്ല. ഉപ്പാന്റെ ഒരു ഗുണം കൊണ്ടായിരിക്കും നമ്മുടെ ഷോസിനൊക്കെ ഒരുപാട് നന്നായി നമ്മൾക്കാട്ടി പാടുന്നവർക്കാണ്. അപ്പൊ നമുക്കൊക്കെ അത് ആസ്വദിക്കാനാ തോന്നാറ്. ഒരു ഈഗോ അങ്ങനത്തെ ഒന്നും അങ്ങനെ തോന്നാറില്ല. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മളെ ആൾക്കാരെ കയ്യിലെടുക്കാന്നുള്ള ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങള് എങ്ങാനും കുഞ്ഞു ടൈമിലൊക്കെ ഇപ്പൊ പാട്ട് പഠിക്കാനുള്ള ഇതുണ്ടെങ്കിലും ചിലപ്പോൾ കുഞ്ഞായിരിക്കും മടികളുണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് പാപ്പയുടെ ഒക്കെ ഫ്രണ്ടിൽ പെട്ട് പോയാൽ അവിടെ പിടിച്ചിരുത്തും, പിന്നെ ഒരു 1-2 മണിക്കൂർ പോക്കാന്നൊക്കെയുള്ള അങ്ങനെ ഇഷ്ടം പോലെ. ഡാഡി എപ്പോഴും രാത്രി ഇരിക്കും പാടാനായിട്ട്. ഡാഡിന്റെ ഫ്രണ്ടൊക്കെ വന്നാല് ഡാഡിന്റെ ടൈം രാത്രിയാണ്, ഇങ്ങനെ ലേറ്റ് ആയിട്ട് ഇങ്ങനെ സലീലിന്റെ പോലെ. സലീലായിരിക്കും തബല വെക്കാനുണ്ടാവും ഡാഡി പാടുമ്പോ. നീ ഗിറ്റാറ് ഇവള് പക്ഷെ കൂടുതൽ പാടാനാണ് ഇവളെ ഡാഡി ചൂസ് ചെയ്യല്.
അവിടെ ഇരുന്നാ പിന്നെ കുറെ മണിക്കൂർ ഇങ്ങനെ ഇപ്പൊ ഇവിടെ എണീക്കാ പോവാനും പറ്റില്ല, എങ്ങനെങ്കിലും ഒന്ന് സ്കൂട്ടാൻ വിചാരിക്കും. ജാങ്കോ പറ്റാറാ. അതാണെങ്കിലേ വീടിന്റെ ഹാളിന്റെ സെന്ററിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. വേറെ വഴിയില്ല. റൂമിലേക്ക് പോകണമെങ്കിൽ ഹാളിലൂടെ പോകണം, അല്ലെങ്കിൽ എവിടെ പോകണമെങ്കിലും ഹാള് ടച്ച് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അവിടെ തന്നെ ഡാഡി എന്നിട്ട് ഇങ്ങനെ കുറെ നേരം ഇരുത്തി ഇരുന്ന് പിന്നെ പഴയ പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാഡി കുറേ പാടും, പാടിയിരിക്കും. പിന്നെ ഡാഡിക്ക് ഇഷ്ടമുള്ള കുറേ പാട്ട് പാടിപ്പിക്കും, അങ്ങനെ അങ്ങനെയൊക്കെ. പിന്നെ പാടി ശരിയായിട്ടില്ലെങ്കിൽ അവിടുന്ന് പാടി പഠിച്ചിട്ടേ വിടുള്ളൂ. വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഇഷ്ടം പോലെ. സലീൽ തബലയാണല്ലേ? എത്ര നന്നായി പാടിയാലും ഡാഡിക്ക് ഒരു ഇത് വരൂല, അങ്ങനെയാണ് പൊതുവെ. ഒരു അവൻ ഇങ്ങനെ തന്നെയല്ലേ ഡാഡി പാടിയത്, ആ ഇങ്ങനെയല്ല ഇങ്ങനെ, അവൻ അങ്ങനെ തന്നെയല്ലേ പാടിയത്. അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പെട്ടുപോയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളത് ആർക്കാ? സെലീജിന്. അത് പാട്ടിനല്ല, രാത്രിയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പൊ ഡാഡി പണ്ട് അപ്പൊ എപ്പോഴും രാത്രിയില് രാത്രി ലേറ്റ് ക്രിക്കറ്റ് കളിക്കാനാണ് പോകുന്നതെന്ന് അറിയില്ല, ലേറ്റ് ആയിട്ടാ വരുന്നത്. അപ്പൊ എപ്പോഴും ഡാഡിന്റെ മുന്നിൽ ഇവൻ പോകും. ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ പറയുന്നത്. ഇപ്പൊ ഒന്നുമില്ല, ജീവിതം പണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോ എന്തെല്ലോ ഒച്ചപ്പാട് ഗുൽമാലെല്ലാം ഉണ്ടാവും കേൾക്കുന്നത്. ഗുലുമാൽ. ആ ഗുൽമാല് നോക്കുമ്പോ ഉണ്ടാവും ഡാഡി ഉണ്ടാവും, ഇവനടിക്കാൻ പോകുന്നത്, ഉമ്മ ഉണ്ടാവും പിടിച്ചിരിക്കുന്നത്. അല്ലോ ഗുൽമാലും പടയൊക്കെ നോക്കുമ്പോ ഇവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ആ ലേറ്റ് ആയിട്ട് വരും, ഡാഡിക്ക് വേഗം വരണം ഇവന്. ശിവനാണെങ്കിൽ എപ്പോ ലേറ്റ് ആയിട്ട് വരും. വീട്ടിലെപ്പോഴും ഡാഡി അവനും അടിക്കും. വാപ്പ ആ ടൈമിൽ നിങ്ങളെ കോമ്പറ്റീഷന് അല്ലെങ്കിൽ പാട്ട് മത്സരങ്ങൾ അങ്ങനെയുള്ള മൈൻഡ് ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ സ്കൂളിൽ പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണം അങ്ങനെ ഒരു അതോ അതൊന്നും അല്ല ആ കാര്യങ്ങൾ? എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇത് ഉമ്മാക്കാണ്. ഫസ്റ്റ് വാങ്ങിക്കണം, യൂത്ത് ഫെസ്റ്റിവലിന് പോകണം, അല്ലെങ്കിൽ ഉമ്മാക്കാ ഭയങ്കര ഇത്. ഡാഡിക്ക് അത്ര അങ്ങനെ അങ്ങനത്തെ ഇല്ല. ഫസ്റ്റ് ആണെന്ന് കിട്ടിയ സന്തോഷം, എല്ലാവരും അതിനെ പറ്റി പക്ഷെ ചോദിക്കല്ലോ. എല്ലാത്തിനും ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടാ. നമ്മള് 4 പേരും ഇവര് യൂത്ത് ഫെസ്റ്റിവലിന് പണ്ടൊരു ഭയങ്കര തരംഗമായിരുന്നു. എല്ലാ യൂത്ത് ഫെസ്റ്റിവലിലും കണ്ണൂർ സലീമിന്റെ 2 മക്കളും പേപ്പറാണല്ലോ. ഇവര് രണ്ടാള് ഫോട്ടോ ഒക്കെ വെച്ച് മറ്റേ ബോയ്സിന്റെ സലീജും ഇവര് രണ്ടാളും മാപ്പിളപ്പാട്ടിന് എത്രയോ 4-5 വർഷം കണ്ടിന്യൂസ്. ഞാനും സലീജ് തന്നെയാണ്. സലീജ് ഗേൾസിൽ ഞാനായിരുന്നു. നമ്മളൊക്കെ മാപ്പിളപ്പാട്ടിന് പോകുമ്പോ എല്ലാരും ഒരു പേടി സ്വപ്നായിരിക്കും ഇവര്. ഓ ഇവരുണ്ട് എന്നാ ഇന്ന് നമ്മള് നോക്കാം, സജിലയുണ്ട്, അങ്ങനെയൊക്കെയാണ്. അതൊരു ടൈമായിരുന്നു. അതേശം ചേച്ചിക്കും കിട്ടിയല്ലേ? ചേച്ചിക്ക് കുറെ അടുപ്പിച്ച് കിട്ടി. ഇവരെ കുറവാണ് എനിക്ക് കിട്ടിയത്. എനിക്കെന്തോ ഭാഗ്യത്തിനില്ല, ലാസ്റ്റ് ഒരു പ്രാവശ്യം സ്റ്റേജിൽ പോകാൻ പറ്റി. ആ ഞാൻ ഇവരെ കൂട്ടത്തിൽ ഏറ്റവും പാടാത്ത ഞാനാ. ഇവനായിരുന്നു കുറച്ചുകൂടെ ഒതുങ്ങിയത്. അല്ല എനിക്കൊന്നും പക്ഷെ യൂത്ത് ഫെസ്റ്റിവലിൽ ഏറ്റവും കുറച്ച് പ്രൈസ് കിട്ടി എനിക്കാന്ന് തോന്നുന്നു. എനിക്ക് മാപ്പിളപ്പാട്ടിന് കിട്ടാറുണ്ട്. എനിക്ക് മാപ്പിളപ്പാട്ടിന് കിട്ടാറില്ല, എനിക്ക് ഉറുദു ഗസലിനൊക്കെയാണ് ഞാൻ പോയി. ഗസൽ എന്ന് വെച്ചാല് വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ഉമ്മ പറഞ്ഞ ഓർമ്മയുണ്ട്, സജിലയും സലീജും കഴിയനിയും പത്രത്തിൽ ആരും ഫോട്ടോ ഒന്നും വരൂല. ഇവരൊപ്പം മറ്റേ ചണ്ടിപൊടിയാ. പക്ഷെ പിറ്റത്തെ വർഷം സംഭവം പത്രത്തിൽ വന്നു. നമ്മളിവിടെ കളി പിന്നല്ല. ഇപ്പതേ എല്ലാരും സെലിബ്സ് ആയിട്ട് ഇരിക്കുന്നു അല്ലേ?